അപ്പോൾ ഇന്ന് നമ്മൾ ബഗീര എന്ന് പറഞ്ഞ കന്നഡ മൂവിയുടെ ട്രെയിലറാണ്. അതായത് പ്രശാന്ത് നീലാണ് ഇതിന്റെ റൈറ്റർ അല്ല, സ്റ്റോറി പ്രശാന്ത് നീലാണ്. ശ്രീമുരളിയാണ് രുക്മിണി വസന്ത് ഫാൻസ്, റുക്കു ഫാൻസ്, ഞങ്ങൾ റുക്കു ഫാൻസ് ഒക്കെ പുള്ളി ഡയറക്ടർ ആയിരിക്കും തോന്നുന്നു. സോ നമുക്ക് അതിന്റെ ട്രെയിലർ കണ്ടു നോക്കാം. ട്രെയിലർ ഹൊമ്പാലെ അല്ലേ? ഹൊമ്പാലെ ടോക്കി ബോയാണ്. ആ ഒരു ലൈവാണ്. എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ ആദ്യത്തെ കൺമണി അല്ലേ? അവര് ഇവിടുത്തെ കുറെ പടത്തിലുണ്ടോ? റോളിംഗ് സ്റ്റാർ മൂവിയാണോ? രാക്ഷസ്. ഓ, ബൈക്ക് ഉണ്ടല്ലേ? ബാറ്റ്മാനാണോ? അല്ല, വിജിലാൻഡി ആണല്ലോ കോമൺ. റുക്കു ഫാൻസ് ഇവിടെ കമോൺ. അതല്ല അത് ഹാഫ് ഫേസ് ടു ഹാഫാണോ? ടൂ ഫേസും ബാറ്റ്മാനും ഉണ്ട്. അപ്പോൾ നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ടല്ലേ? കോമ്പായല്ലേ? സത്യമേവ ജയതേ എന്നാണ് അവർ പറയുന്നത്. കാപ്പാട് റിലീസ് ഡേറ്റ് എത്ര? അതോ അതായത് 31 ഒക്ടോബർ. ജസ്റ്റിസ് നടപ്പിലാക്കാൻ യൂണിഫോമിന്റെ ആവശ്യമില്ല, മനസ്സുണ്ടായാൽ മതി പറയുന്നത്. ആവശ്യമില്ല, ഒരു മുഹമ്മൂടി മതി. നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അത് കൊള്ളാം. പക്ഷേ മറ്റേ സാധാരണ പ്രശാന്ത് നീലിന്റെ അത്രയും പോളിഷ് ഇല്ലാത്തൊരു വേർഷൻ പോലെ മറ്റേ ചില VFX വിഷ്വൽ സ്റ്റൈലിൽ ആ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, ആ ഉദ്ദേശം. അപ്പോൾ ഹോംബാലെ പടങ്ങൾക്ക് കുറച്ചുകൂടെ മറ്റേ VFX ഷോട്ടുകൾക്ക് കുറച്ച് ബട്ട് എന്നാലും കുഴപ്പമില്ല, എനിക്ക് കണ്ടിട്ട് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. എന്നാലും ഭയങ്കര ഒരു ഗുമ്മ് ഫീൽ ചെയ്തു. അങ്ങനെ ഗുമ്മൊന്നുമില്ല, പക്ഷെ എന്നാലും ഓക്കെ, ഒരു സംഭവം ഉണ്ട് എന്ന് തോന്നുന്നു. എൻ്റെ കണ്ണാടിയിലുള്ള റിഫ്ലക്ഷന് പോലും ഞാൻ ഭയപ്പെടാറില്ല. പിന്നെയാണോ അല്ല, സംഭവം എന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് ബാറ്റ്മാന്റെ ഒരു മൊത്തത്തിലൊരു അല്ലെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള പോലെ ഉണ്ട്. ബാറ്റ്മാനേക്കാൾ എനിക്ക് നമ്മുടെ ബ്ലാക്ക് പാന്തറിന്റെ കുറച്ചുകൂടെ ലുക്ക് വൈസ് ബ്ലാക്ക് പാന്തർ, പക്ഷെ ക്യാരക്ടറിന്റെ ഇത് കൂടുതൽ ബാറ്റ്മാന്റെ ഒരു അതായത് മറ്റേ ജസ്റ്റിസ് വിജിലാൻഡി ആ ഒരു ലൈനിലെ പരിപാടിയാണ്. ആക്ച്വലി പ്രശാന്ത് നീലിന്റെ ഫസ്റ്റ് പടത്തിൽ നായകൻ ശ്രീമുരളി ആയിരുന്നു. ആ പടമായിരുന്നു ശ്രീമുരളിക്ക് ഒരു ബ്രേക്ക് കൊടുത്തത്. പ്രശാന്ത് നീലിന് അത് കഴിഞ്ഞാണ് KGF കിട്ടിയത്. അതുകൊണ്ട് ഇത്തവണ പ്രശാന്ത് നീലിയാണ് സ്റ്റോറി ഉഗ്രം. ശ്രീമുരളി ഒന്നും ഞാൻ കണ്ടില്ല. അല്ല, ആ സിനിമ കുറച്ച് അത്ര ആ ടൈമിൽ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. സമയത്ത് കാണുമ്പോൾ അതിന്റെ അല്ല എന്തോ റീമേക്ക് പോലെ എന്നാണ് പറയുന്നത്. ഞാൻ ഉഗ്രം കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയില്ല. കാര്യം നമ്മൾ ലേറ്റഡ് ആണ്, KGF കഴിഞ്ഞ് പിന്നീട് ഉഗ്രം കാണുന്നത്. അപ്പം നമുക്ക് ഭയങ്കര ഒരു ഓക്കെ പടമായിട്ടേ തോന്നിയിട്ടു. ഇതിൽ റുക്കുവിനെ അടിച്ചത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അത് ഞങ്ങൾ ഫാൻസ് അസ്വസ്ഥരാണ്. തിരിച്ചടിക്കല്ലേ? അതെ, തിരിച്ചടിക്കണം. ഇതിപ്പം ഡയറക്ടഡ് ബൈ ഡോക്ടർ സൂരി. പുള്ളി വേറെ ആസ്റ്റോഡാണോ അറിയില്ല, ഒരു ഇല്ല. പുള്ളിയെ കുറിച്ച് വലിയ ഐഡിയ. ഇത് കുറച്ച് നാളായി ഈ പടം അല്ലേ? ഇതിപ്പോൾ അനൗൺസ്മെന്റ് പരിപാടിയൊക്കെ ആയിട്ട് നല്ല സമയം എടുത്തിട്ടുണ്ട് ഈ പടത്തിന്.
പറയാം ഹോംബാല പറഞ്ഞാണല്ലോ ടൈം എടുത്ത് വർക്ക് ചെയ്താൽ റിലീസ് എന്നാടാ ഇത് 31 സെയിം മറ്റേ ലക്കി ഭാസ്കറിന്റെ കൂടെ. പക്ഷെ ഇത് ആക്ച്വലി പാനിന്റെ ആദ്യം പറഞ്ഞിരുന്നത്, പിന്നെ ഇവന്മാർ ഇപ്പൊ തെലുങ്കും കന്നഡ മാത്രം. കന്നഡ ട്രെയിലാണ് നമ്മൾ കണ്ടത്. തെലുങ്കുണ്ട്, തെലുങ്ക് കന്നഡയുണ്ട്. അപ്പൊ കാണുമായിരിക്കും ഇവിടെ റിലീസ് കാണുമായിരിക്കും ചിലപ്പം. അവിടെ ഓ ഇല്ലല്ലേ, ശരിയാ, തെലുങ്കും കന്നഡ കന്നഡ മാത്രം, മലയാളത്തിലൊന്നും അല്ലാണ്ട് തമിഴില്ല. തമിഴ് ഉണ്ടെങ്കിൽ തമിഴേ വരത്തില്ല. തമിഴുണ്ടെങ്കിൽ തമിഴ് വരുമായിരിക്കും. നോക്കാം. ഓക്കെ, വരുവാണെങ്കിൽ കാണാം. കൊച്ചിയിലുണ്ടാവും, ഫ്രണ്ട്ലി കൊച്ചിയിലുണ്ടാവുമല്ലോ. സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് ഒക്കെ ആണെങ്കിലായിരിക്കും ചിലപ്പോൾ ഇങ്ങോട്ട് വരാൻ പോകുന്നത്. നല്ല റിവ്യൂ ഉണ്ടെങ്കിലും ശേഷമായിരിക്കും. ഇനി അവരങ്ങനെ വെച്ചേക്കുമായിരിക്കും. ഒരുപക്ഷെ റീസെന്റ് കുറച്ച് പാനിന്റെ വന്നിട്ട് അവർക്ക് ചീറ്റിപ്പോയി, ഇവർ അവിടുന്ന് തന്നെ വന്നിട്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും അവർ കട്ട് ചെയ്ത് പ്രീവിയസ് ആയിട്ട് വന്ന മാർട്ടിനൊക്കെ വന്ന്. അല്ല, ഇതിന് ഒന്നുകൂടെ പറയാൻ പറ്റത്തില്ല. കാരണം ഈ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ കുറച്ചധികം ബാറ്റ്മാൻ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് ഇത് ബാറ്റ്മാൻ എല്ലായുടെ ലൈൻ ഓഫ് ഇനിഷ്യൽ റെസ്പോൺസ് വരുവാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ അത്ര ഓടത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓടുമായിരിക്കും. അങ്ങനത്തെ വരുമല്ലോ. ഹിന്ദിയിൽ നിന്ന് ഒരു പടം ഇതേ ലൈനിൽ വന്നിട്ട് ബൈക്ക് വിജിലാൻറ്റി, മറ്റേത് നമ്മുടെ ഭാവേശോഷിയൊക്കെ വന്നപ്പം അന്ന് അത്ര സാമ്യം ഇല്ലെങ്കിലും ഈ ഒരു ലൈൻ എങ്ങനെ വന്നാലും ബാറ്റ്മാനെ കൊണ്ട് അവസാനിപ്പിക്കും. ബാറ്റ്മാൻ അതായത് നമ്മൾ ഏത് ഒരു മെയിൻ സൂപ്പർ ഹീറോ അല്ലെങ്കിൽ സൂപ്പർ പവർ ഇല്ലാത്ത ഒരു സൂപ്പർ ഹീറോ നമ്മൾ അവതരിപ്പിച്ചാൽ അത് ബാറ്റ്മാനുമായിട്ട് കണക്ട് ആവും. അങ്ങനെയാണ് ഇഷ്യൂ. കാരണം അത് ചിലപ്പം അവിടെ നിൽക്കുകയാണ് ബാറ്റ്മാൻ എന്ന് പറയുന്നത് അല്ലേ. അതെ അതെ, അതിപ്പോൾ ഇൻസ്പയർ ആയിട്ട് ഇപ്പം നമ്മൾ തന്നെ എത്ര കഥ ഉണ്ടാക്കുന്നത് അല്ലേ. മാസ്ക് വെക്കാതെ മാസ്ക് വെക്കാതെ തന്നെ ബാറ്റ്മാൻ ഉണ്ട്. പിന്നെയാണ് പിന്നെ മറ്റേ ഈ ടു ഫേസിന്റെ എലമെന്റും അതൊക്കെ കുറച്ചധികം. അതാ പറഞ്ഞത്, അതിപ്പം ബേസിക്കലി നമുക്ക് ബാറ്റ്മാൻ കോമിക്സിനകത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റീജിയണലായിട്ട് നമ്മുടെ ലൈനിലേക്ക് മാറ്റിയെടുക്കുന്ന പരിപാടിയായിരിക്കും. അത് പാക്കലാം അതെ.